മുറ്റത്തെ മാവിന്റെ ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങിയ വെയിൽച്ചൂടിന് അന്ന് പതിവിലും കാഠിന്യമുണ്ടായിരുന്നു. പകുതി മാത്രം തേച്ചു തീർത്ത വീടിന്റെ ചുവരിനോട് ചേർന്നുള്ള സിമന്റ് തറയിലിരുന്ന് തുണി അലക്കുമ്പോൾ രാധികയുടെ നടുവ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴയിൽ ഉണങ്ങാതെ കിടന്നിരുന്ന തുണികളെല്ലാം ഇന്ന് വെയിൽ കണ്ടപ്പോൾ ഒന്നിച്ചെടുത്ത് അലക്കാൻ വെച്ചതാണ്. സോപ്പ് പത കലർന്ന വെള്ളം ഓടയിലേക്ക് ഒലിച്ചിറങ്ങുന്നതിലേക്ക് നോക്കി അവളൊന്ന് നെടുവീർപ്പെട്ടു. ഭർത്താവ് സുധാകരൻ പണിക്ക് പോയിട്ട് 2 ദിവസമായി. മഴ കാരണം പണിയില്ലാതിരുന്ന ദിവസങ്ങളിൽ വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ പോലും തീർന്നു തുടങ്ങിയിരുന്നു. അലക്കുകല്ലിലേക്ക് അടുത്ത തുണിയെടുത്ത് വെക്കുമ്പോഴാണ് രാധികയുടെ കണ്ണുകൾ അതിലുടക്കിയത്. 10 വയസ്സുകാരിയായ മകൾ അമ്മുവിന്റെ യൂണിഫോമിനടിയിൽ ഇടുന്ന ചെറിയ പാവാടയും അടിവസ്ത്രവും. സാധാരണയായി അവൾ തന്നെ അവളുടെ ചെറിയ തുണികൾ അലക്കിയിടാറാണ് പതിവ്. ഇന്നലെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അവൾ വല്ലാതെ ക്ഷീണിച്ചാണ് കാണപ്പെട്ടത്. പനിയുടെ ലക്ഷണമുണ്ടെന്ന് പറഞ്ഞ് പുതപ്പ് മൂടി കിടന്നതുകൊണ്ട് രാധിക തന്നെയാണ് ഇന്ന് അവളുടെ തുണികളെല്ലാം അലക്കാനെടുത്തത്. കല്ലിലേക്ക് വെച്ച ആ ചെറിയ തുണിക്കഷ്ണത്തിൽ വെള്ളമൊഴിച്ചപ്പോൾ രാധികയുടെ കൈകളൊന്ന് നിശ്ചലമായി. സോപ്പിന്റെ സുഗന്ധത്തിന് പകരം വല്ലാത്തൊരു രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്കടിച്ചു. സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ വീശിയടിക്കുന്നത് പോലെയുള്ള ഡെറ്റോളിന്റെയും സ്പിരിറ്റിന്റെയും ഏതോ വില കുറഞ്ഞ ലേപനത്തിന്റെയും സമ്മിശ്രമായിട്ടുള്ള ഒരു ഗന്ധം. രാധിക ആ തുണി ഒന്നുകൂടി മുഖത്തോടടുപ്പിച്ചു. അതെ, അത് മരുന്നിന്റെ മണം തന്നെയാണ്. അവളുടെ നെഞ്ചിടിപ്പ് വേഗത്തിലാകാൻ തുടങ്ങി. ആ വെളുത്ത തുണിയുടെ പിൻഭാഗത്തായി ഉണങ്ങിപ്പിടിച്ച തുരുമ്പ് നിറത്തിലുള്ള പാടുകൾ അവൾ കണ്ടു. ചളിയല്ല, ചോരയാണ്. ഉണങ്ങി വരണ്ട ചോരപ്പാടുകൾ. പെട്ടെന്ന് രാധികയുടെ ഉള്ളിലൂടെ ഒരു മിന്നല് കടന്നുപോയി. 10 വയസ്സ് മാത്രമേ അവൾക്ക് ആയിട്ടുള്ളൂ. ആർത്തവം വരാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പാടുകൾ? അവളുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് പത്രങ്ങളിലും വാർത്തകളിലും ദിവസവും കാണുന്ന ഭയാനകമായിട്ടുള്ള ചില ചിത്രങ്ങളാണ്. സ്കൂളിലേക്കുള്ള വഴിയിൽ വെച്ചോ അതോ സ്കൂളിൽ വെച്ചോ ആരെങ്കിലും അവളെ ചിന്തിക്കാൻ പോലും രാധികയ്ക്ക് കഴിഞ്ഞില്ല. അവളുടെ തൊണ്ട വരണ്ടു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. പകുതി അലക്കിയ തുണികളെല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ച് അവൾ വേഗത്തിൽ എഴുന്നേറ്റു. നനഞ്ഞ കൈകൾ സാരിത്തുമ്പിൽ തുടച്ചുകൊണ്ട് അവൾ വീടിനുള്ളിലേക്ക് ഓടി. അകത്തെ ചെറിയ മുറിയിൽ മേൽക്കൂരയിലെ ആസ്പെറ്റോസ് ഷീറ്റിൽ നിന്നുള്ള ചൂടേറ്റ് വിയർത്തുകൊണ്ട് അമ്മു നല്ല ഉറക്കത്തിലായിരുന്നു. രാധിക പതുക്കെ അവളുടെ അരികിലിരുന്നു. ആ ഉറക്കത്തിലും ആ കൊച്ചുകുട്ടിയുടെ മുഖത്ത് വല്ലാത്തൊരു വേദന തളം കെട്ടി നിൽക്കുന്നത് രാധിക ശ്രദ്ധിച്ചു. അവളുടെ നെറ്റിയിൽ തൊട്ടുനോക്കി. നല്ല ചൂടുണ്ട്. ശരീരമാകെ ചുട്ടുപൊള്ളുകയാണ്. വിളിച്ചുണർത്തി ചോദിക്കാൻ രാധികയ്ക്ക് ഭയമായിരുന്നു. താൻ സംശയിക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ആ പിഞ്ചു മനസ്സിനോട് ചോദിക്കും? എന്തു ചോദിച്ചാലും അവൾ പറയുമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമ്മു വല്ലാത്തൊരു നിശബ്ദതയിലായിരുന്നുവെന്ന് രാധിക ഇപ്പോൾ ഓർത്തെടുത്തു. എപ്പോഴും തുള്ളിച്ചാടി നടക്കുന്നവൾ സ്കൂൾ വിട്ടുവന്നാൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടുന്നു. ചോറുണ്ണാൻ വിളിച്ചാൽ വിശപ്പില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. താനും സുധാകരനും വീടുപണിയുടെ കടങ്ങളെക്കുറിച്ചും പലിശക്കാരുടെ ഭീഷണികളെക്കുറിച്ചും സംസാരിക്കുമ്പോഴെല്ലാം അവൾ ഭയത്തോടെ നോക്കി നിൽക്കുന്നത് രാധിക കണ്ടിട്ടുണ്ട്. പണി തീരാത്ത ആ വീട് അവൾക്കൊരു ബാധ്യതയായി മാറിയിട്ട് മാസങ്ങളായി. ബാങ്കിൽ നിന്നുള്ള ലോൺ പോരാതെ വന്നപ്പോൾ നാട്ടിലെ പലരിൽ നിന്നും പലിശക്ക് പണം വാങ്ങിയിരുന്നു സുധാകരൻ. പലിശ മുടങ്ങിയപ്പോൾ പലരും വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി. കഴിഞ്ഞ ആഴ്ചയും പലിശക്കാരൻ വാസു വന്ന് വരാന്തയിൽ നിന്ന് അസഭ്യം പറഞ്ഞപ്പോൾ അടുക്കള വാതിലിന് പിന്നിൽ പതുങ്ങി നിന്ന് വിറക്കുന്ന അമ്മുവിനെ രാധിക കണ്ടതാണ്. തങ്ങളുടെ സങ്കടങ്ങൾക്കിടയിൽ മകളുടെ മുഖത്തെ വാട്ടം അവൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെന്ന കുറ്റബോധം രാധികയുടെ ഉള്ളിൽ നീറിപ്പുകഞ്ഞു. അവൾ പതുക്കെ എഴുന്നേറ്റ് മുറിയുടെ മൂലയിലിരുന്ന അമ്മുവിന്റെ സ്കൂൾ ബാഗിനടുത്തേക്ക് ചെന്നു. അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നറിയാനാണ് അവൾ നോക്കിയത്. പുസ്തകങ്ങൾക്കിടയിൽ തിരയുമ്പോൾ അവളുടെ കൈകളിൽ തടഞ്ഞത് ചുരുട്ടിക്കൂട്ടിയ കുറച്ച് കടലാസുകളാണ്. അവയെടുത്ത് നിവർത്തി നോക്കിയ രാധിക ശരിക്കും ഞെട്ടിപ്പോയി. അത് വെറും കടലാസുകളായിരുന്നില്ല. രക്തവും പഴുപ്പും പുരണ്ട മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് കിട്ടുന്ന തരം കോട്ടൺ പഞ്ഞികളായിരുന്നു. ബാഗിന്റെ ഏറ്റവും അടിയിലായി ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു വെച്ച ഒരു സാധനം കൂടി അവൾ കണ്ടു. വിറക്കുന്ന കൈകളോടെ അവളത് തുറന്നു. ഗവൺമെന്റ് LP സ്കൂൾ എന്ന മുകളിൽ നീലമഷിയിൽ സീൽ വെച്ച പകുതി തീർന്ന ഒരു ബെറ്റാഡിൻ ലോഷന്റെ കുപ്പിയും ഒരു പഴയ കത്രികയും മെഡിക്കൽ ടൈപ്പിന്റെ ഒരു ചെറിയ കഷ്ണവും. രാധികയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഇതെല്ലാം സ്കൂളിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നുള്ള സാധനങ്ങളാണ്. അവൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അവളതെല്ലാം സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത്? എന്തു മുറിവാണ് അവൾക്ക്? ഈ സംശയങ്ങൾ രാധികയുടെ തലച്ചോറിനെ മരവിപ്പിച്ചു.
അവൾ തിരിഞ്ഞ് കിടക്കയിലുറങ്ങുന്ന മകളെ നോക്കി. പെട്ടെന്ന് അമ്മ ഉറക്കത്തിൽ വേദന കൊണ്ട് ഞരങ്ങി. അവൾ തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചെങ്കിലും നടുവിന് താഴെ വല്ലാത്ത വേദനയുള്ളതുപോലെ മുഖം ചുളിച്ചു. രാധിക വേഗത്തിൽ അവളുടെ അരികിലേക്ക് ചെന്നു. ഇനി കാത്തു നിൽക്കാൻ കഴിയില്ല, സത്യം എന്താണെന്ന് അറിഞ്ഞേ മതിയാകൂ. അവൾ പതുക്കെ അമ്മുവിനെ വിളിച്ചു. അമ്മു, മോളെ. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അമ്മു പതുക്കെ കണ്ണുകൾ തുറന്നു. മുന്നിൽ കരഞ്ഞു നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അവൾ പരിഭ്രമത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ വേദന കൊണ്ട് അവൾക്ക് അതിന് കഴിഞ്ഞില്ല. അമ്മേ, എനിക്ക് പനിയാ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കിടക്കാൻ ശ്രമിച്ചു. എന്നാൽ രാധിക അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. എന്താ മോളെ നിന്റെ ബാഗിൽ? ആ മരുന്നും പഞ്ഞിയുമൊക്കെ എന്തിനാ? നിനക്ക് എന്തു പറ്റി? എന്താ നീ അമ്മയോട് പറയാത്തത്? രാധികയുടെ ശബ്ദമുയർന്നു. അമ്മുവിന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. രാധിക അവളുടെ തോളിൽ പിടിച്ച് കുലുക്കി. പറയടി, നിനക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ? സ്കൂളിൽ വെച്ച് ആരെങ്കിലും? രാധികയ്ക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ അമ്മുവിനും സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ അമ്മയുടെ നെഞ്ചിലേക്ക് വീണ് ഉറക്കെ കരയാൻ തുടങ്ങി. ആരും ഒന്നും ചെയ്തില്ല അമ്മേ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അവൾ തേങ്ങി തുടങ്ങി. എവിടെയാ മോളെ വേദനിക്കുന്നത്? എന്തു മുറിവാ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് രാധിക അവളുടെ യൂണിഫോം പാവാടയുടെ കൊളുത്ത് പതുക്കെ അഴിച്ചു. അമ്മ അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും രാധിക കേട്ടില്ല. ആ വസ്ത്രം താഴേക്ക് മാറ്റിയപ്പോൾ രാധിക കണ്ട കാഴ്ച അവളുടെ ഹൃദയമിടിപ്പ് നിർത്തുന്നതായിരുന്നു. അമ്മുവിന്റെ തുടയുടെ പിൻഭാഗത്തായി ഇടുപ്പിനോട് ചേർന്ന് വളരെ വലിയൊരു വ്രണം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ചെറിയൊരു കുരുവായി വന്നത് ശ്രദ്ധിക്കാതെ വിട്ടതുകൊണ്ടാകാം ഇപ്പോൾ അത് പൊട്ടിപ്പഴുത്ത് ചുറ്റുമുള്ള മാംസം വരെ ചുവന്ന് തടിച്ച് ഭയാനകമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് ഇപ്പോഴും പഴുപ്പും രക്തവും വരുന്നുണ്ടായിരുന്നു. അതിനു മുകളിൽ വളരെ വികൃതമായിട്ടുള്ള രീതിയിൽ കുറച്ച് കോട്ടൺ പഞ്ഞി വെച്ച് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ആ ടേപ്പ് പറിച്ചെടുത്ത ഭാഗത്തെ തൊലി അടർന്നു മാറി അവിടെയും ചോര പൊടിഞ്ഞിട്ടുണ്ട്. രാധികയുടെ തൊണ്ടയിൽ നിന്ന് ഒരു അലർച്ച പുറത്തു വന്നു. ഇത്രയും വലിയൊരു മുറിവ്, ഇത്രയധികം വേദന അവൾ എങ്ങനെയാണ് ഇത്രയും ദിവസം സഹിച്ച് നടന്നത്? ഇതും വെച്ചുകൊണ്ടാണോ അവൾ ദിവസവും 2 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയിരുന്നത്? രാധികയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഈശ്വര, ഇതെന്താ മോളെ ഇത്? ഇത്രയും വലിയൊരു അസുഖം വന്നിട്ടും നീയൊന്നും പറഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലായിരുന്നു. രാധിക നെഞ്ചത്തടിച്ച് കരഞ്ഞു. അമ്മയുടെ സങ്കടം കേട്ട് അമ്മ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എന്നിട്ട് വളരെ ശാന്തമായ ഒരു 10 വയസ്സുകാരിയുടേതല്ലാത്ത പക്വതയോടെ അവൾ പറഞ്ഞു തുടങ്ങി. അമ്മ കരയാതിരിക്കെ, ഇത് ഉണങ്ങിക്കോളും. ഞാൻ ദിവസവും സ്കൂളിലെ ടീച്ചർ കാണാതെ മരുന്ന് പുരട്ടുന്നുണ്ടായിരുന്നു. അവളുടെ ആ വാക്കുകൾ രാധികയുടെ നെഞ്ചിൽ ഒരു കത്തി പോലെയാണ് കുത്തിയിറങ്ങിയത്. എന്തിനാ മോളെ നീ ഇത് ഒളിച്ചു വെച്ചത്? ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ വഴക്ക് പറയുമോ? രാധികയുടെ ചോദ്യത്തിനു മുന്നിൽ അമ്മു കുറച്ചു നേരം നിശബ്ദയായി നിന്നു. പിന്നെ അവളുടെ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛന് പണിയില്ലാഞ്ഞിട്ട് വീട്ടിൽ അരി വാങ്ങാൻ പോലും കാശില്ലെന്ന് അമ്മ തന്നെ പറഞ്ഞില്ലേ? പലിശക്കാര് വന്ന് അച്ഛനെ ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടു. ഈ മുറിവും കാണിച്ച് ആശുപത്രിയിൽ പോയാൽ 100-200 രൂപ ചെലവാകില്ല അമ്മേ. അത്രയും പൈസ എവിടുന്ന് അച്ഛൻ കൊണ്ടുവരിക? വീണ്ടും ആരുടെയെങ്കിലും കാല് പിടിക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. സ്കൂളിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് ഞാൻ പതുക്കെ എടുത്തതാ ആ മരുന്ന്. കുറച്ചു ദിവസം പുരട്ടുമ്പോഴേക്കും മാറുമെന്ന് കരുതി. പക്ഷെ അത് കൂടി വരികയാ അമ്മേ. എനിക്കിരിക്കാൻ കഴിയുന്നില്ല. അമ്മുവിന്റെ വാക്കുകൾ രാധികയുടെ കാതുകളിൽ ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. ദാരിദ്ര്യം തങ്ങളുടെ കുഞ്ഞിനെ എത്രത്തോളം വലിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് വലിച്ചെറിഞ്ഞത് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. വിശപ്പും കടങ്ങളും കാരണം താനും ഭർത്താവും അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങൾ തങ്ങളറിയാതെ ഈ കൊച്ചുകുട്ടിയുടെ തലച്ചോറിലും ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. മാതാപിതാക്കളുടെ ഭാരം കുറക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിലെ മാംസം അഴുകിപ്പോകുന്ന വേദന പോലും അവൾ പല്ല് കടിച്ച് സഹിക്കുകയായിരുന്നു. ഒരു ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണാനുള്ള പണം തങ്ങളുടെ വീട്ടിലില്ലെന്ന സത്യം അവൾ എത്ര ക്രൂരമായാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. രാധിക ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുനീർ അമ്മുവിന്റെ ചുട്ടുപൊള്ളുന്ന നെറ്റിയിൽ വീണുകൊണ്ടിരുന്നു. ആ കുഞ്ഞിന്റെ വേദനയോർത്ത് തങ്ങളുടെ ഗതികയോടൊർത്ത് ആ അമ്മയുടെ ഹൃദയം വാവിട്ട് കരയുകയായിരുന്നു. ആ ചെറിയ മുറിയിൽ പകുതി തേച്ച ആ ഭിത്തികൾക്കുള്ളിൽ ദാരിദ്ര്യത്തിന്റെയും നിസ്സഹായതയുടെയും ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ഒരു ചിത്രം അവിടെ പൂർണ്ണമാകുകയായിരുന്നു. ദൂരെ എവിടെയോ മഴ വീണ്ടും പെയ്യാൻ തുടങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ആ അമ്മയുടെയും മകളുടെയും സങ്കടങ്ങളെ കഴുകിക്കളയാനെന്നോളം.